സാറേ, ഞങ്ങളുടെ ക്രിസ്മസ് എക്സാം അടുത്തേക്ക് എത്തി. ഞങ്ങൾക്ക് പഠിക്കണമെന്നൊക്കെ നല്ല അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ നല്ലൊരു ടൈം ടേബിൾ ഇങ്ങോട്ട് സെറ്റ് ആക്കി വരികയാണ്. പക്ഷെങ്കിൽ അവിടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഈ ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരിക്കും ക്രിസ്മസ് എക്സാമിന് വരിക, അതൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ടൈം ടേബിൾ കുറച്ചുകൂടി വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് ഉണ്ടാക്കാമായിരുന്നു. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിയർ യുവർ ക്രിസ്മസ് എക്സാം സിലബസ് ഫോർ ക്ലാസ്. അതായത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ ചാപ്റ്ററുകളുടെ ലിസ്റ്റ്, സബ്ജക്ട് വൈസ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റിനാണ് ശ്രദ്ധിച്ച് നോക്കിയോളാം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് അറബി ആയിക്കോട്ടെ, ഉറുദു ആയിക്കോട്ടെ, സംസ്കൃതം ആയിക്കോട്ടെ, ഇതിലെല്ലാം നിങ്ങൾക്ക് യൂണിറ്റ് 3ഉം യൂണിറ്റ് 4ഉം ആണ്. അറബി ആയിക്കോട്ടെ, ഉറുദു ആയിക്കോട്ടെ, സംസ്കൃതം ആയിക്കോട്ടെ, ഇതിൽ പഠിക്കേണ്ടത് യൂണിറ്റ് 3, 4 ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് അറബിന്റെ ഈ ലാംഗ്വേജ് വിഷയങ്ങളിൽ. പിന്നെയോ പിന്നെ മലയാളം സെക്കൻഡിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് 2 യൂണിറ്റ് ആയിരിക്കാം മലയാളം സെക്കൻഡ് എഴുതുക. ഇവിടെ കൊടുത്തത് 3 ആയിരിക്കാം. 2 യൂണിറ്റ് ആണ് മലയാളം സെക്കൻഡിൽ നിങ്ങൾ പഠിച്ച് വെച്ചിരിക്കുക. റെഡിയാണോ? റെഡിയാണോ? പിന്നെയോ ബയോളജിയിൽ പഠിക്കാനുള്ളത് റെസ്പിറേഷൻ ആൻഡ് എക്സ്പ്രഷൻ, ബിഹൈൻഡ് മൂവ്മെന്റ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ബിഹൈൻഡ് മൂവ്മെന്റ് നമ്മൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. കയറി നോക്കിക്കൊള്ളണം. അപ്പൊ ബയോളജിയിൽ ഈ ഒരു 3 ചാപ്റ്റർ ആണ് നിങ്ങൾ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്റർ ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. മറക്കരുത്, ഇപ്പൊ തന്നെ പഠിച്ചു വെച്ച് തുടങ്ങിയോ. എടാ, ഹിന്ദിയിൽ യൂണിറ്റ് 3ഉം യൂണിറ്റ് 4ഉം ആണ് ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ ഹിന്ദി പഠിക്കേണ്ടിരിക്കേണ്ട ചാപ്റ്റർ യൂണിറ്റ് 3ഉം യൂണിറ്റ് 4ഉം ആണ് കേട്ടോ. ഓക്കെ. പിന്നെയോ ഫിസിക്സ് പറയുകയാണെങ്കിൽ ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, ബൊയന്റ് ഫോഴ്സ്, വർക്ക് ആൻഡ് എനർജി, ഈ ഒരു ചാപ്റ്ററുകളാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. റെഡിയാണോ? ഫിസിക്സിൽ ലോസ് ഓഫ് മോഷൻ, അതേപോലെ ഗ്രാവിറ്റേഷൻ, അതേപോലെ ബൊയന്റ് ഫോഴ്സ്, വർക്ക് എനർജി, ഈ ഒരു ചാപ്റ്റർ ആണ് ഫിസിക്സ് പഠിക്കാനുള്ളത്. പിന്നെയോ ജോഗ്രഫി പറയുകയാണെങ്കിൽ ഈ ഒരു 3 ചാപ്റ്റർ ആണ്. 3ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ. അത് നോട്ട് ചെയ്തിട്ട് 3ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ജോഗ്രഫിയിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഡണ്ണല്ലേ? ഇനി നമ്മൾ കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ അവിടെയും 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. 3ാമത്തെ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ. കെമിക്കൽ ബോണ്ടിങ്, റിഡോക്സ് റിയാക്ഷൻ, കെമിക്കൽ കൈനമാറ്റിക്സ്, സൊല്യൂഷൻസ്, ഈ ഒരു 4 ചാപ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത്. പിന്നെയോ മാത്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇക്വേഷണൽ മൾട്ടിപ്ലിക്കേഷൻ, സിമിലർ ട്രയാങ്കിൾ, സൈക്കിൾ മെഷർ, റിയൽ നമ്പർ, പോളിനോമിയൽ, പാർട്ട് ഓഫ് സർക്യൂട്ട്, ഏകദേശം ഒരു 6 ചാപ്റ്റേഴ്സോളം മാത്സിലേക്ക് പഠിക്കണം. അപ്പൊ സാറേ, ഈ ഒരു ഓണപ്പരീക്ഷയ്ക്കുള്ള അത് പഠിക്കണം. അതൊരു 15% അവിടുന്ന് നിങ്ങൾ ചോദിക്കുന്നത് വരും. അപ്പൊ ഞാൻ ഈ ഷുവർ ക്വസ്റ്റ്യൻ ലൈവ് ഒക്കെ നമ്മൾ തരുവണം. നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഓരോ വിലപ്പെട്ട അഭിപ്രായം, ഇനി എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണം, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് കമന്റ് ചെയ്ത് പറയണം. പിന്നെ മലയാളം ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 യൂണിറ്റ് ഉണ്ട്. ഈ കാണുന്ന ചാപ്റ്റേഴ്സ് എല്ലാം എന്തിനുള്ളതാണ്? മലയാളം ഫസ്റ്റ് നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കുന്നുണ്ട്. പിന്നെയോ ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 2 അതിൽ അവസാനത്തിൽ പോയമില്ലേ, സക്സസ് എന്ന് പറയുന്ന പോയം, ആ പോയവും യൂണിറ്റ് 3 മുഴുവനും യൂണിറ്റ് 4 2 ചാപ്റ്റർ. ഇതാണല്ലോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട പാർട്ട്. പിന്നെയോ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മെയിൻ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അത് ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക, ഈ പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. പ്ലാനും കാര്യങ്ങളൊന്നും എങ്ങനെ പഠിക്കണമെന്നൊന്നും അറിയില്ല. കാരണം നമ്മുടെ ലൈവിലേക്ക് പോരാ, ഡെയിലി ക്ലാസ് ലൈവിലേക്ക് പോലും ഒരു ദിവസം 10 ആണെങ്കിൽ ഒരു ദിവസം 9, പിന്നെ ഒരു ദിവസം 9 ആണ്, പിന്നെ ഒരു ദിവസം 10, അങ്ങനെ ഷെഡ്യൂൾ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് അന്ന് നമ്മൾ കവർ ചെയ്യുക. ഓരോ ദിവസം ഓരോ ചാപ്റ്റർ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുക, നിങ്ങൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളണം, മാക്സിമം എല്ലാവരെയും കൂട്ടി നമ്മുടെ ആ ലൈവ് സെഷനിലേക്ക് ഇങ്ങനെ വന്നു പോയിട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാക്സിമം മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോ നമ്മുടെ ഡെയിലി ലൈവിലേക്ക് പോയി അതേപോലെ ഷെഡ്യൂൾ ചെയ്തിട്ടാണോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് നോക്കുക. ഇത്രയും കാര്യമാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അതേപോലെ ക്ലാസ് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതേപോലത്തെ മോർ അപ്ഡേറ്റുകൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അടിപൊളിയായിട്ട് പഠിക്കുക. സൂപ്പർ ആക്കാം. ഹാപ്പി ഫോർ യുവർ എക്സാംസ്.